ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ഛർദ്ദിച്ച് തളർന്നിരിക്കുന്ന നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് മീനാക്ഷിയും രാജലക്ഷ്മിയമ്മയും. തുടർന്ന് രണ്ടുപേരുടെ മുഖത്തെ വിഷമം കാണുമ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇനി എനിക്ക് വേറെന്തെങ്കിലും രോഗമുണ്ടോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ഇത് കേട്ട് പതർച്ചയോടെ നിൽക്കുകയാണ് രാജലക്ഷ്മിയും മീനാക്ഷിയും. ഏയ്, അങ്ങനെയൊന്നുമില്ല മോളെ, നിന്റെ അവസ്ഥ കണ്ടപ്പോൾ വിഷമം തോന്നി, അതുകൊണ്ടാണെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും തിരുമേനിയെ കാത്തു നിൽക്കുന്നതാണ്. എല്ലാവരും തിരുമേനിയെ കാത്തു നിൽക്കുന്നത് കണ്ട് പേടിയോടെ നിൽക്കുകയാണ് മൈഥിലി. അല്ലച്ചാ, എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലത് പറയുമെന്നല്ലേ കേട്ടിട്ടുള്ളതെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ അങ്ങനെയല്ലെന്നും ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തിരുമേനി ഇവിടുന്ന് ഇറങ്ങിപ്പോകുമെന്നും കൈമള് പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടെ മൈഥിലിയെ നോക്കുകയാണ് സാവിത്രി. അങ്ങനെ തിരുമേനി വന്നിരിക്കുകയാണ്. നന്ദിനിയും വാതിൽക്കലേക്ക് വരികയാണ്. എന്താ രാജലക്ഷ്മിയമ്മേ, എന്താ പ്രശ്നമെന്ന് തിരുമേനി ചോദിക്കുന്നു. തുടർന്ന് നന്ദിനിയെ നോക്കിക്കൊണ്ട് തിരുമേനി പറയുകയാണ്, കുട്ടിക്ക് വയ്യെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യൂ, കുട്ടി അവിടെ ഇരുന്നു. മുഖം കണ്ടിട്ട് തന്നെ വയ്യാത്തതുപോലെയുണ്ടെന്ന് തിരുമേനി പറയുമ്പോൾ നന്ദിനി അവിടെ ഇരിക്കുകയാണ്. തുടർന്ന് ജയരാമൻ മാധുരിയെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരുമേനിയോട് തുറന്നു പറയുകയാണ് രാജലക്ഷ്മി അമ്മ. ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് തിരുമേനി. അല്ല, സാവിത്രിയുടെ മോൻ്റെ കുഞ്ഞ് എന്നിട്ട് ആരുടെ കൂടെയാണെന്ന് തിരുമേനി ചോദിക്കുമ്പോൾ കുഞ്ഞിനെ നോക്കുന്നത് ഞങ്ങളാണെന്നും എൻ്റെ മരുമകൾ മീനാക്ഷിയാണ് കുഞ്ഞിനെ വളർത്തുന്നതെന്നും സാവിത്രി പറയുന്നു. പക്ഷേ തിരുമേനി, അതിനും വലിയൊരു രസമുണ്ട് ഇവിടെ. കുഞ്ഞിനെയും ഭർത്താവിനെയും ഇട്ടേച്ച് പോയവള് വീണ്ടും ഇവിടെ കയറി വന്നിരിക്കുകയാണിപ്പം. എത്രയൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ നോക്കിയിട്ടും അവൾ ഇവിടുന്ന് ഇറങ്ങുന്നത് പോലുമില്ലെന്നും സാവിത്രി മൈഥിലിയെ നോക്കി ദേഷ്യത്തോടെ പറയുമ്പോൾ സാവിത്രി എന്ന് വിളിക്കുകയാണ് രാജലക്ഷ്മി അമ്മ. ക്ഷമിക്കണം തിരുമേനി, രോഷം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാണെന്ന് സാവിത്രി പറയുന്നു. തുടർന്ന് തിരുമേനി മൈഥിലിയെ നോക്കുമ്പോൾ മൈഥിലി ചിരിച്ചു കാണിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് തിരുമേനി മനസ്സിൽ പറയുകയാണ്, ഈ പെണ്ണ് എവിടെയുണ്ടോ അവിടെ ആകെ മുടിയുമെന്ന് അതിൻ്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതെങ്ങനെയാ പറയുക? അല്ല, കുട്ടിയുടെ ജാതകം എഴുതിച്ചിട്ടുണ്ടോ എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് എല്ലാവരും പറയുന്നു. ഇത് കേൾക്കുന്ന നന്ദിനി പറയുകയാണ്, ഇല്ല, വൈകമ്മളുടെ ജാതകം എഴുതിപ്പിച്ചിട്ടുണ്ട്. അതേട്ടത്തി എപ്പോൾ എഴുതിച്ചെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ അത് ഞാൻ പൂമുഖത്തെ തിരുമേനിയെ കൊണ്ട് നേരത്തെ തന്നെ എഴുതിച്ചിരുന്നെന്ന് നന്ദിനി പറയുന്നു. ഇത് കേൾക്കുന്ന തിരുമേനി പറയുകയാണ്, പൂമുഖം തിരുമേനിയാണ് ജാതകം എഴുതിയതെങ്കിൽ അതിൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. തുടർന്ന് നന്ദിനിയോട് ജാതകം കൊണ്ടുവരാൻ പറയുമ്പോൾ നന്ദിനി മീനാക്ഷിയോട് പറയുകയാണ്. അങ്ങനെ ജാതകം കൊണ്ട് തിരുമേനിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ തിരുമേനി ജാതകം നോക്കിയിട്ട് മനസ്സിൽ പറയുകയാണ്, നല്ല ഉത്തമ ജാതകം തന്നെയാണല്ലോ ഇത്. തുടർന്ന് ഇന്ദ്രജ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് തിരുമേനി. തിരുമേനി ചെമ്പകമംഗലത്തേക്ക് വരുന്ന വഴിക്ക് ഇന്ദ്രജയുടെ ആളുകൾ തിരുമേനിയെ പിടിച്ചു ഇന്ദ്രജയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ്. ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെമ്പകമംഗലത്ത് ചെന്ന് പറയണമെന്ന് ഇന്ദ്രജ പറയുമ്പോൾ ഭഗവാന് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് തിരുമേനി പറയുന്നു. ഇത് കേൾക്കുന്ന ഇന്ദ്രജ ഒരു വീഡിയോ തൻ്റെ ഫോണിൽ തിരുമേനിക്ക് കാണിച്ചു കൊടുക്കുന്നു. തിരുമേനിയുടെ പേരക്കുട്ടി ആതിര വീട്ടിൽ വരണമെങ്കിൽ മാത്രം ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി, അല്ലെങ്കിലേ അവരെന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ലെന്നും ഇന്ദ്രജ പറയുമ്പോൾ ഇന്ദ്രജയെ ഭയന്ന് പറയാമെന്ന് തിരുമേനി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. തിരുമേനി ഒന്നും പറഞ്ഞില്ല, എന്താ ആലോചിക്കുന്നതെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ അത് പിന്നെ ഈ ജാതകത്തില് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ ആരംഭിക്കുകയാണ് തിരുമേനി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.